നമ്മുടെ വീടിന് ബൈത്ത് എന്ന് കൊടുക്കാറുണ്ട്, കൊടുക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല. ബൈത്തുർ റഹ്മാൻ കൊടുക്കാറുണ്ട്, ബൈത്തുൽ സലാം എന്ന് കൊടുക്കാറുണ്ട്, പലതും കൊടുക്കാറുണ്ട്. ബൈത്ത് എന്ന് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെലന്തിയുടെ വലക്ക് പോലും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ബൈത്ത് എന്ന പ്രയോഗമാണ്. എന്നാൽ നമ്മളെപ്പോലെ അന്തരീക്ഷം സൃഷ്ടിച്ച് സ്നേഹത്തിന്റെ, ദയയുടെ, കാരുണ്യത്തിന്റെ, ദീനാനുകമ്പയുടെ, പാരസ്പര്യത്തിന്റെ, സഹായത്തിന്റെ, സഹകരണത്തിന്റെ, ക്ഷമയുടെ, എല്ലാറ്റിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ വീടിന് അള്ളാഹു കൊടുത്ത പേര് മസ്കൻ എന്നാണ്. സുകൂൻ എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ്, മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി ഭവനം എന്നാണ്. അഥവാ ശാന്തി ഉണ്ടാകുമ്പോഴാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫിലോസഫറിന്റെ ഒരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹൗസ് വേണമെങ്കിൽ വില കൊടുത്തു വാങ്ങാം, വീട് വില കൊടുത്തു വാങ്ങാം, പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഹോം വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല. ഹൗസ് വേറെയാണ്, ഹോം വേറെയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം തുടരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്ന് വില കൊടുത്തു വാങ്ങാം. ഒമാനിലൊക്കെ വലിയ ഹോസ്പിറ്റൽ നടത്തുന്ന ആളുകളാണ്, ബദറുസ്സമാ ഹോസ്പിറ്റൽ. ഞാൻ പോയിട്ടുണ്ട് ഹോസ്പിറ്റൽ. ഏതായിരുന്നാലും ശരി, പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മരുന്ന് വില കൊടുത്തു വാങ്ങാം, പക്ഷേ ഒരിക്കലും നമുക്ക് ആരോഗ്യത്തെ വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല. നമുക്ക് ബെഡ് വില കൊടുത്തു വാങ്ങാം. ബെഡ് എവിടെയും കിട്ടും. നമുക്ക് 5000 രൂപന്റെ ബെഡ് മുതൽ ഇങ്ങനെ 5 ലക്ഷം രൂപയുടെ ബെഡൊക്കെ ഉണ്ടാവും. ബെഡ് വില കൊടുത്തു വാങ്ങാം, പക്ഷെ ഉറക്കത്തിന് നമുക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല. ഉറക്കം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ ലോകത്തിലൊരാൾക്ക് ആ ഉറക്കത്തിന് നമുക്ക് തരാൻ കഴിയില്ല. നമുക്ക് സമ്പത്ത് കൊണ്ട് പലതും വാങ്ങിക്കാം, പക്ഷെ ഒരിക്കലും സമാധാനം നമുക്ക് സമ്പത്ത് കൊണ്ട് വാങ്ങിക്കാൻ കഴിയില്ല. അതിൽ പറയുന്ന ആദ്യത്തെ വാക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഹൗസ് വാങ്ങാം, പക്ഷെ ഹോം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഗോ ടു ഹൗസ് എന്ന് പറയാം, പക്ഷേ ടു ഉപയോഗിക്കാൻ പാടില്ല ഹോമിന്റെ മുമ്പിൽ. ഇതെന്നെ ഒരു സായിപ്പ പഠിപ്പിച്ചത്. എനിക്കത് അറിയില്ലായിരുന്നു. ഗ്രാമാറ്റിക്കലി ഗോ ഹോം എന്ന് പറയും, ഗോ ടു ഹൗസ് എന്ന് പറയും. ടു അവിടെ ഒഴിവാക്കും ഹോം ആവുമ്പോൾ. പക്ഷെ അതിന്റെ ഫിലോസഫി അദ്ദേഹം പഠിപ്പിച്ചത്, അവിടെ അറ്റ്മോസ്ഫിയറേ ഉള്ളൂ, ദർ ഈസ് നോ മെറ്റീരിയൽസ്. അവിടെ വാതിലുകളും മരങ്ങളും അല്ല. ഹോമിൽ വേണ്ടത് അന്തരീക്ഷമാണ്, സ്നേഹമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ധാരണകളാണ്, ഉമ്മയും മക്കളും തമ്മിലുള്ള നല്ല ബന്ധങ്ങളാണ്. എത്രത്തോളം എത്തിയെന്നറിയോ? കുടുംബസംഗമത്തിൽ ശരിക്കത് പറയേണ്ടതല്ലെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിനൊന്ന് പറയാം. മക്കൾ റിബലായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തിൽ ഉണ്ടാകില്ല നാട്ടുകല്ലിങ്ങൽ കുടുംബത്തിൽ ഇല്ലാതിരിക്കട്ടെ. മക്കൾ റിബലായി. എപ്പോഴും റിബലാകുന്നത് എപ്പോഴാ? 16 വയസ്സ് മുതൽ ഏകദേശം 28 വയസ്സ് വരെയാണ് മക്കൾ റിബലാകാനുള്ള സാധ്യത കൂടുതൽ, ലേറ്റസ്റ്റ് സൈക്കോളജി പ്രകാരം. ആ സമയത്ത് ഫ്രണ്ട്സിനെയാണ് കൂടുതൽ താല്പര്യം. ഒരു ഫ്രണ്ട്സിനെങ്ങാനും എതിര് നമ്മൾ പറഞ്ഞാൽ അവർ ഫ്രണ്ട്സുകളുടെ കൂടെ ഉണ്ടാകും. ഈ ഫ്രണ്ട്സിനെ അവർ ചങ്ക് ബ്രോസ് എന്നാ വിളിക്കുക. ഫ്രണ്ട്സിനെ പറ്റി മാതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ മാതാവിനെ തള്ളേ എന്ന് വരെ വിളിക്കാൻ അവൻ തയ്യാറാണ്, പോ തള്ളേ എന്ന് വരെ പറയാൻ അവൻ തയ്യാറാണ്. ഈ സമയത്താണ് നമ്മുടെ കുട്ടികൾ ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിലെ നിയോ ലിബറലിസമാണ്. നമ്മൾ അറിയാതെ അതിലേക്ക് പോയിരിക്കുന്നു. നിയോ ലിബറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആധുനിക കാലഘട്ടത്തിൽ എല്ലാം കുഴപ്പമൊന്നുമില്ല എന്നുള്ള ധാരണയാണ്. ആ കുഴപ്പമൊന്നുള്ള ഇല്ല എന്ന ധാരണയിൽ വരുമ്പോ കുട്ടികൾ പ്രശ്നമില്ല. ഞാൻ ഈ ക്രിസ്മസ് ഡേയുടെ അന്ന് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോവാണ് കണ്ണൂരിന്റെ ഭാഗത്തേക്ക്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു 5-6 ക്യാമ്പസ്, അന്ന് സൺഡേ ആണ്, ക്രിസ്മസ് ആണ്, ഒക്കെയാണ്. പക്ഷെ 5-6 ക്യാമ്പസുകൾ കടന്നിട്ട് വേണം നമുക്ക് പോവാൻ. പ്രശസ്തമായ 2-3 ക്യാമ്പസുകൾ പ്രത്യേകിച്ചും. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് സെലിബ്രേഷൻ. ഞാൻ ക്രിസ്മസിനെ കുറ്റപ്പെടുത്തില്ല, അതൊരു വിശ്വാസ പ്രമാണമാണ്, ഒരു കൂട്ടരുടെ ആചാരമാണ്, ലോകത്തിലൊന്നാകെ ആചരിക്കപ്പെടുന്നതാണ്. പക്ഷെ സെലിബ്രേഷന്റെ ഡേയിൽ പല കോലത്തിലാണ്. സെലിബ്രേഷനാണ് നമ്മളെ തകരാറിലാക്കുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ കല്യാണം അത് നമ്മളൊരു പക്ഷേ വേറെ കോലത്തിലേക്ക് കൊണ്ടുപോകാം. എല്ലാരെയും അല്ല, ചിലരെയെങ്കിലും. കാരണം 12 മണിക്കും 1 മണിക്കും ഒന്നും തിരിച്ചു വരുന്നത് ഒരു പ്രശ്നമേ അല്ല. കൊറോണയ്ക്ക് ശേഷം മൊബൈല് സാർവത്രികമായി ചെറിയ കുട്ടികൾക്ക് വരെ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് അവര് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവർക്കറിയില്ല, പാവങ്ങൾക്ക്, കൂടുതലായിട്ട് അതിൽ ആരൊക്കെയാണോ സെർച്ച് ചെയ്തത് അതിന്റെ ആവർത്തനമായിരിക്കും വരികയാണ്. ചെറിയ മക്കൾ വരെ തോണ്ടുന്നത് പോലും മോശപ്പെട്ട വീഡിയോസിലേക്ക് കടന്നു പോവാണ്. കാരണം അവരിൽ അക്യുമുലേഷൻ സംഭവിക്കുന്നു. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ആ കുട്ടി MDMA ഉപയോഗിക്കുന്ന കുട്ടിയാണ്. ഇവിടെ പറയേണ്ടതല്ലെങ്കിലും വരാതിരിക്കട്ടെ എന്ന് വെച്ചിട്ട് പറയാണ്, ഇവിടെ വന്നിട്ട് പറയല്ല. MDMA ഉപയോഗിക്കുന്ന കുട്ടിയാണ്. ഉഗ്രമായ വിഷമയമായിട്ടുള്ള വലിയ ഡ്രഗ്സിന്റെ പേരാണ് MDMA. പഞ്ചസാര രൂപത്തിൽ അതിനെ കത്തിച്ചിട്ട് എന്തോ ചെയ്യലാണ്. ഏതായിരുന്നാലും ആ കുട്ടി പറയാണ്, എനിക്ക് ഉമ്മ മൊബൈൽ തന്നു, മൊബൈൽ കൊടുക്കണതുകൊണ്ട് അത് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിനെ പോസിറ്റീവ് ഞാൻ പിന്നെ പറയാം. ഈ കുട്ടിക്ക് മൊബൈൽ കൊടുത്തു, കുട്ടി അതും കൊണ്ട് വീട്ടിൽ അകത്തിരുന്നു. പ്രൊജക്ട് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ടെന്നും പറഞ്ഞാണ്ട് 9 ക്ലാസ്സിലായിട്ടുള്ളൂ, 14 വയസ്സ് 15 വയസ്സ് പ്രായം. അപ്പോഴേക്കും ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം കുട്ടികളെ കാണുന്നില്ലല്ലോ, കൂടെയുള്ള ബാച്ച്മേറ്റ്സ് അയക്കാൻ തുടങ്ങി. മെസ്സേജസ് അങ്ങോട്ടും കൊണ്ട് അയച്ചു. അവസാനം ഉമ്മ കടന്നിറങ്ങുമ്പോൾ ഇവള് പറഞ്ഞതിന്റെ പ്രൊജക്ട് തീർന്നിട്ടില്ല എന്നാണ്. അപ്പൊ പ്രൊജക്ട് തീർന്നിട്ടെന്ന് അവൾ മൊബൈൽ ഓഫ് ആക്കിക്കോളെന്ന് വിചാരിച്ചിട്ട് ഉമ്മ എന്താക്കി, ചുരുക്കി പറഞ്ഞ അപ്പുറത്ത് കിടന്നിറങ്ങുക. രാത്രി 1 മണി വരെ ചാറ്റിങ്. 1 മണി കഴിഞ്ഞപ്പോ ഏകദേശം ഈ പയ്യനോട് പറഞ്ഞത്ര, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങുകയാണെന്ന്. നല്ല കുട്ടിയാണ്. പക്ഷെ ആ പയ്യൻ പറഞ്ഞത്രേ, ഞാൻ നിനക്കൊരു സാധനം എത്തിച്ചു തരാം, അത് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അവൾ തമാശ പറയുന്ന ആയിക്കോട്ടെ. പിറ്റേന്ന് ആ പയ്യനത് എത്തിച്ചു.
പിറ്റേന്ന് എത്തിച്ചു. അപ്പൊ എപ്പോഴാണ് എത്തിച്ച വീട്ടിൽ ഉമ്മല്ലേ എന്നൊക്കെ തോന്നും. അവിടെ എനിക്കൊരു കാര്യം പറയാണ്, ചില ഉമ്മാർക്ക് വസുവാസ് കുറച്ച് കൂടുതലാണ്. ബാത്റൂമൊക്കെ കയറിയ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങോട്ട് ഇറങ്ങല്. അങ്ങനെ ഒരു വസുവാസുള്ള സ്ത്രീ ആയി പോയത്. ആ സമയത്ത് ഇവനത് കൊണ്ടുവന്ന് കൊടുക്കാൻ ഞാൻ കൗൺസിലിങ്ങിന് മനസ്സിലാക്കിയതാണ്. ആ കുട്ടി പറയാണ്, എനിക്കിത് അറിയില്ലായിരുന്നു സാർ. വിഷമിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞത്, എനിക്കിത് അറിയില്ലായിരുന്നു സാർ, അതെന്താ സാധനം എന്ന്. പഞ്ചസാര പോലെയുള്ള ഒരു പൊടി കണ്ടു, അത് കത്തിച്ചിട്ട് ഇന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ ചെയ്തിട്ട് ഞാൻ വലിച്ചു. ഞാൻ വേറെ ലോകത്തേക്ക് പോയി. അതിനുശേഷം പിന്നെ എനിക്കത് കിട്ടണമെന്നായി. ഉഗ്രമായ ഈ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടിയായി കുട്ടി പിന്നെ മാറുകയാണ്. എന്താ കാര്യം? കൂട്ടുകാരൻ എത്തിച്ചതാണ്. എന്താ അതിന്റെ കാര്യം? മൊബൈൽ സാർവത്രികമായതാണ്. മൊബൈൽ ഇപ്പൊ സാർവത്രികം തന്നെ, അതിനെതിരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന് ഒരു ലക്ഷ്യം വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു. അവിടെ കൂടുതൽ 90% സ്ത്രീകളാണ്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കരുത്. കുട്ടി ഇന്ന് ബൂട്ട് വേണം, ഇപ്പൊ വേണം എനിക്ക് ബൂട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ലാഗ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാ? വാശിക്കാരനായ മകനാവും നമ്മുടെ കുട്ടി. പിന്നെ പറഞ്ഞ ദിവസം നമ്മൾ ചെയ്തു കൊടുക്കരുത്. ജസ്റ്റ് ഒരു 2 ദിവസം ലാഗ് ചെയ്തിട്ട് അതിന്റെ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് അവൻ അറിയണം. ഉപ്പനോട് പറഞ്ഞ ഉടനെ തന്നെ കിട്ടില്ല. സാധനം കിട്ടും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ അവൻ ഉണ്ടാവണം. ഇത് നമ്മൾ പറയുമ്പോഴേക്ക് പൈസ എടുത്ത് കൊടുക്കുകയാണ്, പറയുമ്പോഴേക്കെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഈ പയ്യൻ ചെയ്തത് എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടികൾ ഓരോരുത്തരും ഇങ്ങനെ മൊബൈൽ അവർ ഉപയോഗിക്കുന്നവരാണോ? കാർട്ടൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആകെ ചെയ്യേണ്ട പണി അതിനെ കൺവേർട്ട് ചെയ്യും. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? കാർട്ടൂൺ കാണുന്ന കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷിലോ അറബിയിലോ ഹിന്ദിയിലോ കാണാൻ വേണ്ടി പറ. അതെന്താ അങ്ങനെ പറഞ്ഞ? ഏതായാലും അവർ കാർട്ടൂൺ കാണും. കാർട്ടൂണിന്റെ കഥാപാത്രങ്ങൾ എന്താ പരസ്പരം പറഞ്ഞത് ഇവൻ അറിയും വേണം. അതുകൊണ്ട് അത് ഇംഗ്ലീഷിലാക്കിയാൽ മതി. ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഒരിക്കൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ ഇതേ സംസാരം അവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ, ഒരു വലിയ ബിസിനസ്സുകാരനാണ്. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ടാഗോർ ഹാളിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വരും, ഭക്ഷണം ഇന്ന് അവിടെയാണ്, ഞാൻ തയ്യാറാക്കി, നിങ്ങൾ കഴിക്കാതെ പോകാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ഉച്ചഭക്ഷണത്തിന്റെ സമയമായി. പോയി മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞു പോയി. എന്ത് ദൂരങ്ങളെ വീട്, എന്നെ ഇങ്ങനെ ഇതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞു. അവിടെ എത്തി ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് 2 ചെറിയ മക്കൾ വരികയാണ്. 6, 8, 10 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് നല്ല ഇംഗ്ലീഷ് നല്ല അറബിയിൽ ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ അവർ പഠിച്ചേ? നിങ്ങൾ അന്ന് പറഞ്ഞ കാർട്ടൂണാണ്. ഇപ്പൊ കാർട്ടൂൺ കുട്ടികൾ കാർട്ടൂൺ ഏതായാലും കാണും, അത് ഇംഗ്ലീഷിൽ കാണിപ്പിച്ചോ, അത് അറബിയിൽ ഒരു ടാസ്ക് ഇല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. മൊബൈൽ തോന്നിയിടത്തേക്ക് പോകരുത്. ഇപ്പൊ കൊറോണ കഴിഞ്ഞു. ഈ കൊറോണ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വിചാരിച്ചത് എന്താ? വിദ്യാർത്ഥികൾക്ക് ഒരു വളരെ മോശമായ കാലം എന്നല്ലേ? വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല കാലമായി കഴിഞ്ഞു പോയത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ കുറെ കുട്ടികൾ ആദരിച്ചില്ലേ? ഇതേപോലെ ഞാനൊരു കുടുംബ സംഗമത്തിൽ ആദരിച്ചിട്ടുണ്ട്. പത്രങ്ങളിൽ നിന്ന ആ മോളെ 300 കോഴ്സായി കൊറോണ സമയത്ത് ചെയ്തത്. 300 കോഴ്സുകൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? 2.5 കൊല്ലം കൊണ്ട് 7 ദിവസത്തിന്റെ 5 ദിവസത്തിന്റെ വ്യത്യസ്തമായ കോഴ്സുകൾ. ഏതിന്റെയൊക്കെ? ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ, കാംബ്രിഡ്ജിന്റെ, ഓക്സ്ഫോർഡിന്റെ, ഇവരുടെയൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. കൊറോണ സമയത്ത് ഞാനും ചെയ്തു അങ്ങനെ 1-2 കോഴ്സുകൾ. ഇപ്പൊ ലേണിംഗ് ലീഡേഴ്സ്, ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ കോഴ്സാണ്. ആകെ 10-12 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നു. കുറച്ച് ടഫാണ്, എന്നാലും 12 ദിവസത്തെ കോഴ്സ് അതുള്ളൂ. ഇങ്ങനെ കുട്ടികൾ ചെയ്ത ഒരു കാലമായിരുന്നു ഏത്? ഈ കൊറോണ കാലം. പക്ഷെ നമ്മൾ കുട്ടികളെ അതിലേക്ക് തിരിച്ചില്ല. ഒരു കോളേജിൽ നിന്ന് ഒരു 10-15 പെൺകുട്ടികൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാർ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, US ഒരു സൈക്കോളജിസ്റ്റും ഒരു ദീനിയായിട്ടുള്ള പെൺകുട്ടിയുണ്ട്. അവിടെ സ്പീച്ചസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും യൂട്യൂബിൽ. യാസ്മിൻ മുഗാഹദി എന്നാണ് അവളുടെ പേര്. അവിടെ പ്രസംഗം ഇഷ്ടം പോലെ കേട്ടോ. വർഗീയത പറയാത്ത, സൗഹാർദ്ദം പറയുന്ന, സൈക്കോളജിയിൽ സംസാരിക്കുന്ന കുട്ടിയാണ്. അവിടെ ഇത് കേട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ 6 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞങ്ങളിപ്പോ ഇംഗ്ലീഷിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്.